അപ്പോൾ ഇന്ത്യൻ കോച്ചസ് വരിക എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള കോച്ചസൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കോച്ചസൊക്കെ സഹ കോച്ചസായി നിൽക്കാതെ തന്നെ അവർ തന്നെ ലീഡ് ചെയ്യുന്ന സിസ്റ്റത്തെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് കുറെ കൂടി നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ ഡെവലപ്മെന്റിന് ഏറ്റവും കൂടുതൽ ഗുണകരമാവുന്നത്. പലപ്പോഴും ഒരു വലിയ സിസ്റ്റത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അവർ മുമ്പോട്ട് പോകുന്നതിന് പകരമായിട്ട് സ്വന്തമായിട്ട് ലീഡ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെ ഏറ്റെടുക്കാനും അതിനെ ഡെവലപ്പ് ചെയ്യാനും അവർ ശ്രമിക്കുമ്പോൾ അത് കുറെ കൂടി കൂടുതൽ ആളുകളിലേക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ തന്നെ എനിക്ക് തോന്നുന്നു A ലൈസൻസ് കോച്ചസ് കുറേ ആയി, O ലൈസൻസ് 4 പേരെ, ഇപ്പം B ലൈസൻസിലുള്ള കുറേ കോച്ചസ് വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കോച്ചസിനെ നിരന്തരമായിട്ട് കൂടുന്നുണ്ട്. KFA ഒരു മിനിമം 3 മാസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു ഒരു മിനിമം 30-40 കോച്ചസിനെ പല ലൈസൻസുകളിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരൊക്കെ മേലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരും കൂടി ആയിരിക്കണം. അപ്പോൾ ഇവർക്കൊക്കെ പുതിയ സാധ്യതകൾ തുറന്നിടാൻ മുമ്പേ പോയവർ സ്വന്തമായിട്ട് ലീഡ് ചെയ്യുന്ന കുറച്ച് സിസ്റ്റം ഇവിടെ ഡെവലപ്പ് ചെയ്യണം. കാരണം അവർക്ക് അതിന് കേപ്പബിൾ ആണ്. അതെ, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ട്. സോ ദേ ക്യാൻ ഡു ദാറ്റ്. സോ ദേ ആർ എലിജിബിൾ, കംപ്ലീറ്റ്ലി എലിജിബിൾ ഫോർ ദാറ്റ്. സോ അവരങ്ങനെ പുതിയ സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യാനുള്ള ചുമതല ഏറ്റെടുത്തുകൊണ്ട് തന്നെ നമ്മളുടെ ഡെവലപ്മെന്റിന്റെ ഒരു കുറച്ചുകൂടി നന്നായി പറയുന്ന പതാകവാഹകരായിട്ട് മാറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. AIFFന്റെ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ നമ്മുടെ IM വിജയൻ സാറാണ്. സോ അദ്ദേഹത്തിനൊക്കെ അതിൽ കുറെ കൂടി നന്നായിട്ട് തന്നെ ഒരു പുതിയ റോൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ അതിലൊരു സാധ്യത ഉണ്ടാക്കാനൊക്കെ പറ്റും. കാരണം നമ്മുടെ നാട്ടിലെ കോച്ചസ് എല്ലാം വളർന്നു വരുന്നു. ഇപ്പോൾ ഞാൻ കേരളത്തിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നതെങ്കിൽ പോലും ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ കുറേ ലൈസൻസ് കോച്ചസ് ഇപ്പോൾ ഇന്ത്യക്കാരായിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ I-League ക്ലബ്ബുകൾക്കെങ്കിലും അതിൻ്റെ ഹെഡ് കോച്ചായി മാറാനുള്ള സാധ്യതകൾ അവർ എലിജിബിൾ ആണ് ചെയ്യാൻ. പക്ഷേ അവരതിനുള്ള സാധ്യതകൾ തുറന്നു കൊടുക്കുക കൂടി വേണം. ക്ലബ്ബ് മാനേജ്മെന്റുകൾക്ക് മുമ്പിൽ അത്ര ഒരു സാധ്യതയെ കുറിച്ച് അവർ സംസാരിക്കണം. ഈ കോച്ചസ് കൂടി അതിന് തയ്യാറാവുകയും വേണം. ഒരു സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്ത് ലീഡ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നല്ല മാതൃകയുണ്ട്. ഇപ്പോൾ കാലേജ് മില്ല് പോലെ അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇവർക്കും സാധിക്കും. പക്ഷെ ഇവർക്ക് ഓപ്പണിംഗ് കൊടുക്കപ്പെടേണ്ടതുണ്ട്. അതൊരു പക്ഷെ ക്ലബിന്റെ മാനേജേഴ്സും, ഞാൻ പറഞ്ഞില്ലേ ഈ നേരത്തെ നമ്മൾ സംസാരിച്ച പോലത്തെ ഈ മാർക്കറ്റിന്റെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ ക്ലബിന്റെ മാനേജ്മെന്റ് ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കാം. പല പല കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന പൊസിഷനിലുള്ളവർ നമ്മളിവിടെ ഉണ്ട്. അപ്പൊ അവർ കൂടി എല്ലാവരും കൂടി ഒന്നിച്ച് നമ്മുടെ മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുക എന്ന് പറയില്ല, ഇറ്റ്സ് എ ടീം വർക്ക് ഓൾസോ. സോ അങ്ങനെ കൂടി ഒരു സാധ്യത ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വരാൻ പോകുന്ന കോച്ചസിനും ഇപ്പോഴുള്ള കോച്ചസിനൊക്കെ നമ്മുടെ ഡെവലപ്മെന്റിലേക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ നൽകാൻ സാധിക്കുന്നതാണ്.